അപ്പൊ ഇവിടെ തന്നെ കുറെ കാണാറുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഇവര് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു കാര്യത്തെ. അപ്പം പിന്നെ നമ്മള് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അമേരിക്കയിലും ഇവിടെ കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ബാത്റൂമിൽ കയറി പുരുഷന്മാർ കയറുന്നു. ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ആസ് എ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ബാത്റൂമുകളിൽ കയറാം. അപ്പൊ പലരും ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. സ്കൂളിലൊക്കെ പീഡനം നടക്കുന്നതും ഈ ബാത്റൂമിനകത്ത് പീഡനം നടക്കുന്നതും അങ്ങനെയൊക്കെ കുറെ കേസസ് ഉണ്ട്. അമ്മ പെങ്ങന്മാര് ഒക്കെ പോകുന്നിടത്ത് വേറൊരാൾ വന്നിട്ട് അതിപ്പം ഇപ്പം അമേരിക്കയിലൊക്കെ നടക്കുന്ന തൊട്ട് ഇങ്ങനെയൊക്കെ കേസ് ചിലപ്പം നമ്മളിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മളിത് വലിയ സപ്പോർട്ട് ചെയ്ത് ശരി ആണുങ്ങള് പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ കയറാം, ഞാൻ ഐഡന്റിഫൈ ആസ് എ വുമൺ, ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ കയറാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഇപ്പം നമ്മുടെ ഗോവിന്ദചാമി അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവർ ഐഡന്റിഫൈ ആസ് എ വുമൺ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി എന്തെങ്കിലും ചെയ്താൽ നമ്മളിപ്പോ നമ്മുടെ അമ്മയും പെങ്ങന്മാരൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വലിയ പുരോഗമനമൊക്കെ പറഞ്ഞിട്ട് പോകും, പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും പാവം പിടിച്ചവന്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ ആയിരിക്കും പോയി പെടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അവസരം നമ്മൾ എന്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കയറ്റി വേണം എന്നുള്ളതാണ് എന്റെ കാര്യം.